നമസ്കാരം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം പോലെ തന്നെ ഈ വർഷവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഇന്ന് പ്രവേശനോത്സവം നടന്നു. ആ ചടങ്ങിനോടൊപ്പം തന്നെ അഭയഗായത്രിയുടെ താക്കോൽ ദാനം, അത് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഗായത്രി അധ്യാപകരും മാനേജ്മെൻറ്റും ഒരുമിച്ച് ചേർന്ന് ഭവനമില്ലാത്ത ഒരു വ്യക്തിക്ക്, ഭരണിക്കാവ് പഞ്ചായത്തിലുള്ള ഒരു വ്യക്തിക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഈ പാൻഡമിക് സിറ്റുവേഷനിലും ഗായത്രി അതിന് വീഴ്ച വരുത്തിയിട്ടില്ല. ഈ വർഷവും ആ ചടങ്ങ് പൂർവാധികം ഭംഗിയായി നടന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കൊറോണയുടെ രണ്ടാമത്തെ വരവാണ്, സെക്കൻഡ് ഫേസ്. അതേപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെയും സെക്കൻഡ് ഫേസാണ്. വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടി കുട്ടികളെത്തി, കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി പ്രതീക്ഷയോടെ കാത്തിരുന്ന അധ്യാപകർക്കാണ് ഏറെ നിരാശയുള്ളത്. അധ്യയനം ഏത് തരത്തിലുള്ള സാങ്കേതിക മികവോട് നടത്തിയാലും കുഞ്ഞുങ്ങളും അധ്യാപകരും ഒരുമിച്ച് സ്കൂളിൽ ചേരുമ്പോഴുണ്ടാകുന്ന ആ കൂട്ടായ്മയും അപ്പോൾ പകർന്നു നൽകുന്ന ആ വിദ്യാഭ്യാസ പ്രവർത്തനവും ഒരു കാലത്തും ഒരു രീതിയിലും ഒരു പരിഹാരമാകില്ല നമ്മളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങൾ. എന്നിരുന്നാലും പരിമിതികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്കൂൾ അടുത്ത അധ്യയന വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം റെഗുലറായ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം തുടരണമെന്ന തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആ രൂപത്തിൽ വളരെയധികം മാറ്റത്തോടുകൂടി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ പുതിയ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ വർഷം രക്ഷകർത്താക്കൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരങ്ങളിൽ രാവിലെ പതിവ് സമയത്തുള്ള ക്ലാസ്സുകൾ കൂടാതെ ഗവൺമെൻറ്റിലും മറ്റ് സ്ഥാപനങ്ങളിലും ബിസിനസ്സും ഒക്കെയായി നിൽക്കുന്ന ചില രക്ഷകർത്താക്കൾക്ക്, വിശേഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾക്ക്, 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അവർക്ക് പലപ്പോഴും റെഗുലർ ക്ലാസ് ടൈമുകളിൽ രക്ഷകർത്താക്കളുടെ സഹായവും കൂടി ഉണ്ടെങ്കിലേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ രക്ഷകർത്താക്കളുടെ അഭാവത്തിൽ പകൽ നടക്കുന്ന ക്ലാസ്സുകൾക്ക് പകരമായി വൈകുന്നേരം 7:30 മുതൽ ഈ പഠിപ്പിച്ച വിഷയങ്ങൾ അധ്യാപകർ നേരിട്ട് ഇൻട്രാക്റ്റീവായിട്ട് ഒരിക്കൽ കൂടെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കും. ആ സമയത്ത് എല്ലാവർക്കും ആവശ്യമെങ്കിൽ പങ്കെടുക്കാം. എങ്കിലും ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പറ്റാതെ വന്നവർ നിശ്ചയമായും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. പകൽ സമയം അസൗകര്യമുള്ള രക്ഷകർത്താക്കൾ അവരുടെ പേരുകൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കും. ആ കുട്ടികൾ തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിലുള്ള ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഇത്തവണ ഓൺലൈൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ചെറിയ ക്ലാസ്സുകൾ LKGയുടെ കാര്യം പറഞ്ഞാൽ, LKG UKG പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം 30 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ആ ക്ലാസ്സുകൾ ഒരു ടീച്ചർ കൈകാര്യം ചെയ്ത് അതിനോടൊപ്പം ചേർന്ന എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റമുണ്ടോ അതെല്ലാം നൽകിയിരുന്നു. ഇപ്പം മുതൽ, ഈ വർഷം മുതൽ അതിനെ ഞങ്ങൾ 3 സെഗ്മെൻ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. 3 വിഷയങ്ങൾ, 3 ഏരിയയായിട്ട് മാറുകയാണ്. ഒപ്പം തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഒരു റാപ്പോ ബിൽഡിങ്ങും, ക്ലാസ്സുകൾ തീരുമ്പോൾ ഒരു 5 മിനിറ്റ് കൺക്ലൂഷനും ഫീഡ്ബാക്കും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറും. 3 സെഗ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 3 ടീച്ചേഴ്സ് 3 വിഷയത്തെ സംബന്ധിച്ച ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഈ KG കുട്ടികളെന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് സ്വാഭാവികമായ ക്ലാസ്സിൽ പോലും അരമണിക്കൂർ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന പ്രായക്കാരല്ല. അതുകൊണ്ടാണ് പലതരം ആക്ടിവിറ്റീസിലൂടെയാണ് അവരുടെ ക്ലാസ്സുകൾ നടക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻ്റായിട്ട് നടക്കുന്ന ഈ ക്ലാസ്സുകളിൽ ഈ ബുദ്ധിമുട്ട് അല്പം കൂടെ കൂടും. എത്ര താല്പര്യത്തെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയി അവർ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊന്ന് മാറുന്നു, അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് 3 ടീച്ചേഴ്സ് ആയിരിക്കും KG ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇത് വൈകുന്നേരം പ്രായോഗികമല്ല. കാരണം സ്കൂളിൽ അത് ചെയ്യുന്നതെല്ലാം ലാബിൽ വെച്ചാണ്. അതേ സൗകര്യങ്ങൾ വീട്ടിൽ ഉണ്ടാകില്ല. അവരുടെ ലാപ്ടോപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് 3 പേര് 3 ദിവസമായിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വേറെയുണ്ട്. കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും അപ്പോൾ ആ ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ലൈവായി മാറുന്നത് കൊണ്ട് കുട്ടികൾക്ക് വലുതായിട്ട് വലിയ ബോറിംഗ് ഉണ്ടാകില്ല. അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കാനുള്ള ചില ഉപാധികളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ KG ക്ലാസ്സുകളുടെ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകളിൽ ഹാഫ് ആൻ അവർ വീതമുള്ള 2 പീരീഡാണുള്ളത്. അതും ഓരോ പീരീഡും രണ്ട് സെഗ്മെൻ്റായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോഴും ഫസ്റ്റ് 5 മിനിറ്റ്സ് റാപ്പോ ബിൽഡിംഗ് ഉണ്ടാകും, ലാസ്റ്റ് 5 മിനിറ്റ്സ് ഫീഡ്ബാക്ക് ആൻഡ് കൺക്ലൂഷൻ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്ന ടീച്ചറിന് ഈ റാപ്പോ ബിൽഡിംഗ് പ്ലസ് 15 മിനിറ്റ്സ് കിട്ടും. ലാസ്റ്റ് ക്ലാസ് എടുക്കുന്ന ആളിനും കൺക്ലൂഷൻ പ്ലസ് 15 മിനിറ്റ്സ് കിട്ടും. അപ്പം ഉയർന്ന ക്ലാസ് എന്ന രീതി 1 and 2 ക്ലാസ്സിലെ കുട്ടികൾക്ക് 2 സെഗ്മെൻ്റായിട്ട് ഹാഫ് ആൻ അവറിൽ 2 ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. വീണ്ടും ഒരു 30 to 45 മിനിറ്റ്സിൻ്റെ ഇൻ്റർവെലിന് ശേഷം സെക്കൻഡ് പീരീഡ് എന്ന് പറയും. അതിന് 2 സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോഴും 2 ടീച്ചേഴ്സ്. അങ്ങനെ ആ ഒരു ദിവസം തന്നെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗം കുറച്ച് സമയം വീതം കുട്ടികൾക്ക് കിട്ടുന്നു. ഇതേ കാര്യം തന്നെ വൈകുന്നേരം 7:30 തുടങ്ങുന്ന 2 പീരീഡുകളുണ്ട് അവർക്ക്. 7:30 ഒരു ക്ലാസ് തുടങ്ങുന്നു, പിന്നെ ആ ക്ലാസ് തീർന്നതിന് ശേഷം 8:15 രണ്ടാമത്തെ ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോൾ 7:30 to 8 ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് 8:15 to 8:45 രണ്ടാമത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ 2 സെഗ്മെൻറ്റ്സ് ആയിട്ടല്ല ഓരോ ക്ലാസ്സും നടക്കുന്നത്. മുമ്പ് ഞാൻ KG പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും വീട്ടിലിരുന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ദിവസം എടുത്ത 2 പേരിൽ ഒരാൾ ആദ്യത്തെ ക്ലാസ് എടുക്കും, മറ്റൊരാൾ രണ്ടാമത്തെ ക്ലാസ് എടുക്കും, അടുത്ത ദിവസം മറ്റേത് തിരിച്ചെടുക്കും. വീക്കിലി നമ്മളിങ്ങനെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 4 days ആണ്. നോർമലി ഇപ്പം നമ്മൾ കരിക്കുലം ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഇൻ ബിറ്റ്വീൻ വെനസ്ഡേ ഉണ്ട്. മിനിമം 1 month 4 വെനസ്ഡേയ്സ് ഉണ്ട് നമുക്ക്. അതിലൊരു വെനസ്ഡേ പേരൻസുമായിട്ട് ടീച്ചേഴ്സിന് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയമാണ്. പേരൻസും കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയമാണ്. ആ ദിവസവും രാവിലെ നടക്കുന്ന ഇൻട്രാക്ഷൻ്റെ സമയത്ത് ഓഫീസിലും മറ്റും പോയിരിക്കുന്ന എൻഗേജ്ഡ് ആയിട്ടുള്ള പേരൻസിന് വേണ്ടി 7:30 ഈ മീറ്റിംഗ് വീണ്ടും വൈകുന്നേരം ആവർത്തിക്കും. ഇപ്പോൾ ഏറെക്കുറെ 100% പേരൻസിനും ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം. അവർക്കുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം, കുഞ്ഞുങ്ങൾക്കുള്ള സംശയങ്ങൾ നിവർത്തിക്കാം. ഈ മീറ്റിംഗ് അതിൻ്റെ ലെന്ത് അവർക്ക് താല്പര്യമുള്ള പോലെ 1 hour വരെ നീട്ടാം. കാരണം കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ സംശയങ്ങൾ ചോദിച്ചു വരുമ്പോൾ ആവശ്യമെങ്കിൽ 1 hour വരെ നീട്ടാം. കാരണം ഒരേ സമയം ഇരിക്കുമല്ലോ അവരവരുടെ കാര്യങ്ങൾ കഴിയുന്നു, അടുത്ത ആൾ ചോദിക്കുന്നു. അങ്ങനെയാകുന്ന സ്ഥിതിക്ക് രാവിലെ ഉള്ള രാവിലെ മീറ്റിംഗ് 1 മണിക്കൂറാണെങ്കിൽ വൈകിട്ടും വേണമെങ്കിൽ ആവശ്യമായ അത്രയും സമയം അവർക്ക് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രക്ഷകർത്താക്കളുടെ ശ്രദ്ധപ്പെടുത്തുന്നത്, ഈ വൈകുന്നേരം നടക്കുന്ന ക്ലാസ്സുകൾക്ക് ഒരു പ്രൈവസി ഫീൽ ഉള്ളതുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾക്കിടയിൽ രക്ഷകർത്താക്കൾ സംസാരിക്കാനുള്ള ഒരു താല്പര്യം തോന്നിയേക്കാം. അത് ദയവ് ചെയ്ത് ഒഴിവാക്കണം. കാരണം ക്ലാസ്സിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ക്ലാസ് ടൈം ക്ലാസ്സായിട്ട് തന്നെ നടക്കട്ടെ. ഈ പേരൻസിനുള്ള മീറ്റിംഗ് സമയത്ത് അവർ ടീച്ചേഴ്സുമായിട്ട് സ്വതന്ത്രമായ ഇൻട്രാക്ഷനും സംശയ നിവർത്തിക്കും മറ്റും ഉപയോഗിക്കുക. അതേസമയം അടിയന്തരമായി അറിയേണ്ട കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് ടീച്ചേഴ്സിനെ ഡയറക്റ്റ് വിളിക്കാനുള്ള കോൺടാക്റ്റ് നമ്പേഴ്സും ഞങ്ങൾ തരുന്നതായിരിക്കും. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പരിഗണിച്ചാൽ 3rd മുതൽ 3 periods ഹാഫ് ആൻ അവർ 3 periods ആണ് കൊടുത്തിരിക്കുന്നത്. അതും സഫീഷ്യൻറ്റ് ഇൻ്റർവെൽ കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. 6 to 10 45 minutes ആകുമെന്നുള്ളതേ ഉള്ളത്. അതും 3 periods ഉള്ളൂ. 9-10 ക്ലാസ്സുകാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉച്ച തിരിഞ്ഞിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ അതിൻ്റെ ടൈം ടേബിളും ഉണ്ടാകും.
45 മിനിറ്റ്സ് ക്ലാസ് കഴിഞ്ഞാൽ മിനിമം 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എങ്കിലും ഇൻ്റർവെൽ ഉണ്ടാകും. ഇവർക്ക് ഈ 45 മിനിറ്റ്സ് പറയുമ്പോൾ റാപ്പോ ബിൽഡിങ്ങും കൺക്ലൂഷനും ഉൾപ്പെടെയാണ് പറയുന്നത്. അതായത് ക്ലാസ്സസിലേക്ക് ടീച്ചേഴ്സ് കയറിയാൽ ഇറങ്ങുന്നിടം വരെയുള്ള സമയമാണ് 45. അല്ലാതെ അത് 5+5 അപ്പുറം ഇപ്പുറം എടുക്കില്ല. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയം ഒരു ഹാഫ് ആൻ അവർ ടൈം തന്നെ ആയിരിക്കും. ബാക്കി കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള താല്പര്യം കൂടുതൽ കൂടും. അവർ കൂടുതൽ കുട്ടികൾ ചോദ്യങ്ങളുമായിട്ടെത്തും. അപ്പോൾ തീർച്ചയായിട്ടും സഫിഷ്യൻറ്റ് ടൈം കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ 5th വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ നടക്കുന്ന ക്ലാസ്സുകൾ അതേപോലെ തന്നെയാണ് വൈകുന്നേരം പല ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മുതിർന്ന കുട്ടികളാണ്, അവർക്ക് പേരൻസ് സ്ഥലത്തില്ലെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് ആയാലും അതുപോലെ തന്നെ ടാബ് ഉപയോഗിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അവരുടെ ക്ലാസ് അതേപോലെ ആവർത്തിക്കുകയില്ല. പകരം അവർക്ക് ഒരു റിവിഷൻ പ്ലസ് ഹയർ ഓർഡർ ആയിട്ടുള്ള രീതിയിൽ ഒരു ക്ലാസ്, അതും 2 പീരീഡ്സ് മാത്രം, ഹാഫ് ആൻ അവറിൻ്റെ 2 പീരീഡ്സ് 2 ടീച്ചേഴ്സ് ഒരു സഫിഷ്യൻറ്റ് ഇൻ്റർവെൽ ഇട്ടിട്ടായിരിക്കും വൈകുന്നേരം ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അക്കാഡമിക്കായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇത്തവണത്തെ സംവിധാനങ്ങൾ ഇങ്ങനെയാണ്. ഇനി വെനസ്ഡേ 1 ഡേ മാത്രമാണ് പേരൻസ് മീറ്റിംഗ് എങ്കിൽ റിമൈനിങ് 3 വെനസ്ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ ഓഗ്മെൻറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കാണും. അതിനടുത്ത ദിവസം അടുത്ത വെനസ്ഡേ ശരിക്കും ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്കോ അല്ലെ ഏതെങ്കിലും ഒരു തരത്തിൽപ്പെട്ട ഒറിഗാമിയോ ഒക്കെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുമിച്ച് ചെയ്യും. ടീച്ചേഴ്സ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നേരത്തെ നിങ്ങളെ അറിയിക്കുന്ന രീതിയല്ല, ടീച്ചേഴ്സും സ്റ്റുഡൻസും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാല്യൂ ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള ചില തീം ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെ ചില ആക്ടിവിറ്റീസൊക്കെ ഈ വെനസ്ഡേയ്സ് നടക്കും. ഒപ്പം തന്നെ വെനസ്ഡേയ്സ് 1 മന്ത് കഴിയുമ്പോൾ അസസ്മെൻറ്റുകളും വെനസ്ഡേയ്സ് നടക്കും. വെനസ്ഡേ വൈകിട്ടായിരിക്കും, ഉച്ചതിരിഞ്ഞായിരിക്കും നടക്കുന്നത്. അതിൻ്റെ സമയം സാധാരണ നമ്മൾ 9 മണി വരെ കൊടുക്കും. പേരൻസ് വന്ന് സൗകര്യപ്രദമായ സമയത്ത് ഹാഫ് ആൻ അവർ താഴെയുള്ള സമയമേ കാണുകയുള്ളൂ. വർക്കിംഗ് പേരൻസിന് 9 o'clock വരെ ഈ പറയുന്ന അസസ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ കാര്യം. അതിനുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈം ലിമിറ്റിനകത്ത് നിന്ന് ചെയ്യണം. ആദ്യമൊക്കെ തരുന്നത് വിശേഷിച്ച് 5th വരെയുള്ള കുട്ടികൾക്ക് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് ആൻസർ ചെയ്യാവുന്ന ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ടിക്ക് കറക്റ്റ് ആൻസറോ അങ്ങനെയൊക്കെയുള്ള ആയിരിക്കും. ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം. പിന്നീട് നറേഷൻസ് വരാം, സബ്ജക്റ്റിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് വരാം. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി സ്കാൻ ചെയ്ത് അയക്കാൻ പറ്റും. അത് സബ്മിറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികൾക്ക് അതറിയാം. എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടാനുള്ള നമ്പരും ഞങ്ങൾ കൂടെ തരുന്നതായിരിക്കും. അത് അസസ്മെൻറ്റിൻ്റെ കാര്യം. ഇനി ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ 2 to 3 വരെയുള്ള അസൈൻമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത് KG ക്ലാസ്സുകളിൽ. മറ്റ് ക്ലാസ്സുകളിൽ ആവശ്യാനുസരണം ഓരോ സബ്ജക്റ്റിനും ഡെയിലി തന്നെ അസൈൻമെൻറ്റ്സ് കാണും. ഈ അസൈൻമെൻറ്റ്സ് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ടീംസിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ടീച്ചേഴ്സ് അത് കറക്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിൻ്റെ കമൻസും കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡും ഒക്കെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇതുകൂടാതെ കൺസോളിഡേറ്റഡ് ആയിട്ട് ഓരോ ടേമിലും നിങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ അത് എഡ്യൂനെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ടായിരിക്കും. അത് ഏത് സമയത്തും പേരൻസിന് കാണാം. ഈ എഡ്യൂനെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെ ഇതിന് മാത്രമല്ല അറ്റൻഡൻസ്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളെ എല്ലാവരുടെ അറ്റൻഡൻസ് ഒരു ദിവസം നമുക്കറിയാനൊക്കില്ലെങ്കിലും ഒരു 10 സ്റ്റുഡൻസിൻ്റെ എങ്കിലും റാൻഡം വിളിക്കും. ആ സമയത്ത് അവർ ടേൺ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ആബ്സെൻ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. ഇൻ കേസ് ആ സമയത്ത് അവർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസോ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യം പിന്നീട് പേരൻസ് അറിയിക്കണം. കാരണം വരാതിരുന്ന എന്താണെന്ന് അവർ വിളിച്ച് അല്ലെങ്കിൽ ടേൺ അപ്പ് ചെയ്യാൻ എന്താണെന്ന് അവർ വിളിച്ച് ചോദിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ പറയുക. കഴിയുന്നതും അത്തരം സമയങ്ങളിൽ അങ്ങനെ ഒരു റീസണിൽ ഒതുക്കാൻ നിൽക്കാതെ കഴിയുന്നത്ര ഇത്തരം ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പിന്നീട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റൻഡൻസിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ എഡ്യൂനെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റീഡിങ്ങിന് വേണ്ടി ലൈബ്രറി ഉപയോഗിക്കാൻ ഒക്കാതെ കിടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മളൊരു ബുക്ക് വെച്ചുകൊണ്ടത് ഈ ലൈബ്രറി കൂടെ നമുക്ക് എഡ്യൂനെസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നെക്സ്റ്റ് ഇയറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ
കുറേ ബുക്സൊക്കെ ഇപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഈ ലേണിംഗ് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുകൊണ്ട് കുറേ ബുക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ ലൈബ്രറി സെറ്റ് ചെയ്യും. കുട്ടികൾക്ക് അതാത് ക്ലാസ്സുകൾക്ക് ഉള്ള ലെവലിലുള്ള ബുക്സ് ആക്സസ് ചെയ്യാനുള്ള സംവിധാനം എഡ്യൂനെസ്റ്റിലൂടെ ഉണ്ടാകും. അത് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അറ്റൻഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് ശേഷം അതിൻ്റെ ഒരു കമൻറ്റ് അവർക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീഡിങ്ങും നമുക്ക് ഈ ഒരു സമയത്ത് സ്കൂളിൽ ഇരുന്ന് പറ്റാത്തതിന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അതിനെല്ലാം ഈ പറയുന്ന എഡ്യൂനെസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഉപയോഗിക്കും ജസ്റ്റ് ഫീ അടയ്ക്കുന്നതോ റിപ്പോർട്ട് കാർഡ് മേടിക്കുന്നതോ അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് ഏകദേശം 40-40ഓളം ആപ്ലിക്കേഷൻസ് ഉണ്ട് എഡ്യൂനെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടിയായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും എഡ്യൂനെസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒപ്പം തന്നെ ഞങ്ങൾക്ക് അറിയിക്കാനും പറ്റും. അത് ഈ പറയുന്ന പോലെ ഫുൾ ഫങ്ഷനിങ് ടൈം ആകുമ്പോഴാണ് അത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഈ വർഷം എനിക്ക് തോന്നുന്നൊരു 50% കുറയാതെ അതിൻ്റെ എല്ലാ സൈഡും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ മൈക്രോസോഫ്റ്റ് തന്നെ നമ്മളതിൻ്റെ ഏറ്റവും രജിസ്റ്റേർഡ് വേർഷനിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം വർക്ക് ചെയ്ത പേരൻസ്, ഇവിടെ കുട്ടികളുണ്ടായിരുന്ന പേരൻസിനറിയാം, ഇതൊരു സെപ്പറേറ്റ് ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓരോ കുട്ടിക്കും മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ ലൈസൻസാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ ഇതൊക്കെ ലൈസൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈൽ ചെയ്യാവുന്നതാണ്. അത്രമാത്രം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെയുള്ള പ്രവർത്തനം കുറേ അധികം അഡ്വാൻസ്ഡുമാണ്. തീർച്ചയായിട്ടും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നില്ല എന്നുള്ള ഒരു പരിമിതി പഠന പ്രവർത്തനത്തെ ബാധിക്കത്തില്ല. മറിച്ച് അകലങ്ങളിലിരിക്കുന്ന കുട്ടികൾക്കിടയിലുള്ള ആ ഒരു പരസ്പര ബന്ധം, അവർക്കിടയിൽ നിന്നുള്ള ആ ഒരു പിയർ ഗ്രൂപ്പ് ലേണിംഗ്, ഇതൊക്കെ ഒരു പക്ഷേ പരിമിതികളാണ്. നമുക്ക് അധികം താമസിക്കാതെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാലം സ്കൂളുകളിൽ ഉണ്ടാകുമെന്നും ഓണം അടുപ്പിച്ചെങ്കിലും നമുക്ക് ഹയർ ക്ലാസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. താമസിക്കാതെ തന്നെ കൊച്ചു കുട്ടികൾക്ക് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ വാക്സിനേഷനൊക്കെ സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല റെമഡിയൽ മെഷേഴ്സും ഒക്കെ ഗവൺമെൻറ്റുകൾ എടുക്കുന്നത് കൊണ്ട് വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഓർക്കുക, ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് എപ്പോഴും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജനുവരിയോടുകൂടി നമ്മൾ ഏകദേശമൊക്കെ റിക്കവർ ചെയ്തെന്ന് കരുതി 9-10 ക്ലാസ്സുകളൊക്കെ ഏകദേശമൊക്കെ സ്കൂളുകളിൽ വരാനും 10th കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കാനും ഒക്കെ ഉള്ള അനുവാദം ഉണ്ടായിരുന്നു. 3 മന്ത്സോളം ഞങ്ങളിവിടെ കുട്ടികൾക്ക് 10th കുട്ടികൾക്ക് ക്ലാസ്സുകളും ആക്ടിവിറ്റീസുമായിട്ട് അവരുടെ ഒരു വർഷം നഷ്ടപ്പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റി. പക്ഷേ വളരെ വേഗമായിരുന്നു ഇക്കാര്യത്തിന് മാറ്റം ഉണ്ടായത്. വളരെ വേഗം തന്നെ അപ്രതീക്ഷിതമായിട്ട് സെക്കൻഡ് ഫേസ് വന്നു. പലതരത്തിലുള്ള പദ്ധതികളും പെട്ടുപോയി. അപ്പോഴും നമ്മൾ സർവൈവ് ചെയ്യും. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാവുന്ന അപകടങ്ങളെ വരുന്നുള്ളെങ്കിൽ പിന്നെ അതിനെ അപകടമെന്ന് വിളിക്കാനൊക്കത്തില്ല. അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്ന ഇത്തരം ക്രൈസിസിനെയാണല്ലോ നമ്മൾ ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന പലതരം നഷ്ടങ്ങളുണ്ട്. നമ്മളുടെ മനസമാധാനത്തിൻ്റെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം, മാനസിക ആരോഗ്യത്തിനുണ്ടാകുന്ന നഷ്ടം, ഒപ്പം തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങൾ, മനുഷ്യർ പരസ്പരം ഇടപെടാനുള്ള അവസരങ്ങളുടെ നഷ്ടങ്ങൾ, ഇങ്ങനെ അനേകം സാധാരണ നഷ്ടങ്ങളുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ള നഷ്ടങ്ങളാണ്. ഇതിനൊക്കെക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു നഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഈ ഏജിൽ അവർക്ക് നഷ്ടപ്പെടുന്ന പാരസ്പര്യത്തോടു കൂടി നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നഷ്ടം. അവർക്കൊരു പുറത്ത് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പോകാനോ, ഒരു പാർക്കിൽ പോകാനോ, ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കാനോ, കൂട്ടുകാരൊത്ത് കളിക്കാനോ ഒന്നും പറ്റാത്ത ഒരു വല്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് ഈ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് സത്യത്തിൽ പരിഹാരം വളരെ കുറവാണ്. എന്നാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ കാലഘട്ടം കുഞ്ഞുങ്ങളിൽ വലിയ തോതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കത്തക്ക തരത്തിൽ പരമാവധി അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ അവർക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലും ക്ഷമയോടുകൂടിയുള്ള ഒരു പിന്തുണ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാ തരം പ്രതിസന്ധിയും അധികകാലം നിൽക്കില്ല, അത് മാറും. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ആവശ്യമുള്ള എല്ലാ ഉത്തരവാദിത്വവും വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കളല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല.
ഞങ്ങൾ മാസത്തിൽ ഒരു തവണ കൗൺസിലിംഗ് ക്ലാസ് ഉൾപ്പെടെ മറ്റു തരത്തിൽ ടീച്ചേഴ്സുമായിട്ടുള്ള റാപ്പോ ബിൽഡിങ്ങും പേഴ്സണലായിട്ടുള്ള ചില കോണ്ടാക്റ്റുകളും ഒക്കെ ഫോണിലൂടെയും അല്ലാതെ മൈക്രോസോഫ്റ്റ് ടീംസിലൂടെയൊക്കെ ഞങ്ങൾ ശ്രമിക്കും, ചെയ്യുന്നുണ്ട് അതെല്ലാം. എങ്കിലും ഫിസിക്കലി അവരുമായിട്ട് പ്രസൻ്റായിട്ടുള്ള രക്ഷകർത്താക്കൾ ഈ വിഷയത്തിൽ അവരെ കൂടുതൽ ശകാരിക്കാതെയും എന്നാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരാതെയും ഉള്ള സാഹചര്യങ്ങൾ നിലനിർത്തേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒന്ന് കണ്ണോടിച്ചാൽ ഒരു നോർമൽ ക്ലാസ് നടക്കുമ്പോൾ ഉള്ള ഒരു ലെസൺ പ്ലാൻ പ്രിപ്പറേഷനും ഒരു ചോക്ക് പീസ് എടുത്തുകൊണ്ട് പോയി സ്മാർട്ട് ബോർഡിലൊക്കെ ഉള്ള മറ്റ് സപ്പോർട്ടോടുകൂടി ഗ്രീൻ ബോർഡ് വിത്ത് സ്മാർട്ട് ബോർഡ് ക്ലാസ് എടുപ്പും ഒക്കെ നടക്കുന്ന അധ്യാപകർക്ക് സാധാരണ ഒരു റെഗുലർ ഫങ്ഷനിങ് ടൈമിൽ ചെയ്യുന്ന വർക്കുമായി താരതമ്യം ചെയ്താൽ അതിൻ്റെ 10 ടൈംസ് എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ടീച്ചേഴ്സ് ഇത് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഇടയിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എപ്പോഴും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സ്ക്രീനിലാണ് അവരുടെ കണ്ണ്. ഇതിൻ്റെ PPT പ്രസൻറ്റേഷൻ ആവശ്യമുള്ള പ്രിപ്പറേഷൻ, റിഹേഴ്സൽ പ്രിപ്പറേഷൻ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന തയ്യാറെടുപ്പുകൾക്കും അതിൻ്റെ റിഹേഴ്സലിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ്സിൻ്റെ നോട്ടവും അതിൻ്റെ സബ്മിഷനും, അസസ്മെൻറ്റിൻ്റെ നോട്ടവും അതിൻ്റെ സബ്മിഷനും, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കൊടുക്കുന്ന എന്ന് വേണ്ട എല്ലാ തരത്തിലും അവർക്ക് അവരുടെ വീട്ടുകാര്യം പോലും നോക്കാനൊക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്യുന്നത്. അവർക്ക് കൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെയും വീട്ടുകളിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാത്തിനും ഇടയിലൂടെയാണ് രക്ഷകർത്താക്കൾ ഓർക്കണം ഈ ടീച്ചേഴ്സ് ഇത്രയും ഭഗീരഥ പ്രയത്നം എന്ന് പറയും നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാർച്ച് അവസാനം ഏപ്രിൽ ഫുൾ മന്തായിട്ട് നടത്തിയ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഏതാണ്ട് LKG മുതൽ സ്റ്റാൻഡേർഡ് 10 വരെ ഇപ്പോൾ പഠിക്കുന്ന എല്ലാ ക്ലാസ്സിലെയും പേരൻസിനെയും 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയും ഇരുത്തിയായിരുന്നു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഏകദേശം 1 മണിക്കൂർ ഞാൻ ഈ വിഷയങ്ങളെപ്പറ്റി വിശദമായി രക്ഷകർത്താക്കളുമായിട്ട് സംവദിച്ചിരുന്നു. എൻ്റെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് ഓരോ ടീച്ചേഴ്സിനെയും ഓരോ സബ്ജക്റ്റ് ടീച്ചേഴ്സിനെയും 10 മിനിറ്റ്സ് വെച്ച് ഓരോ പേരൻസിനും കാണത്തക്ക രീതിയിലുള്ള സെപ്പറേറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് വളരെ ഒരു ദൈവാധീനമായിരുന്നു. കാരണം ഈ ഇടയ്ക്ക് കിട്ടിയ സ്പേസ് ആയിരുന്നത്. അത് കഴിഞ്ഞ് അത് തീർന്നു. ആ സ്പേസിനിടയിൽ തന്നെ ഞങ്ങൾ ഫെയർവെൽ 10th-കാർക്ക് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം അന്ന് തന്നെ പറഞ്ഞു ചിലപ്പോൾ ഇത് പിന്നീട് നടക്കത്തില്ല. അത്തരത്തിൽ മോഡൽ എക്സാംസ് 3 നടത്തി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ കിട്ടിയ സമയം കൊണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ വിശാലമായി നമ്മളുടെ ഈ ടീച്ചേഴ്സിൻ്റെ പുതിയ രീതിയിലുള്ള വർക്കുകളെ പറ്റിയും ഒക്കെ സംസാരിച്ചിരുന്നു. അതിലെ പരമപ്രധാനമായ കാര്യം നമുക്കറിയാം, ഓരോ 5 വർഷമോ 6 വർഷമോ കഴിയുമ്പോൾ പെയർ റിവിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷത്തെ പെയർ റിവിഷൻ ഈ ഏപ്രിൽ മാസം നടന്നു. ഗവൺമെൻറ് മേഖലയിലുള്ള എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസപ്പെടുത്തിയത് ഏപ്രിലെ ശമ്പളത്തോടൊപ്പം നടന്നു. അപ്പം നമ്മുടെ ടീച്ചേഴ്സിനെ ഞാൻ അതനുസരിച്ചുള്ള അടുത്ത സ്കെയിലിലേക്ക് മാറും എന്നുള്ളത് അക്കാര്യത്തിൽ അറിയിച്ചിരുന്നു രക്ഷകർത്താക്കളെ. ഒപ്പം തന്നെ അതനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റ് ടീച്ചേഴ്സിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിൽ നിന്ന് CBSE എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ജൂൺ ഓൺവേഡ്സ് അവർക്ക് അതുമായി ചേർന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓർക്കുക, ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സ്കൂളിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ, 10, 17, 18 ബസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ആവശ്യമുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ 7 ബസ്സുകൾ പുതിയതാണ്. അതിൻ്റെ EMI ഇതിലൊക്കെ തന്നെ 0 ആണ് ഇൻകം ഏത് ബസ്സിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ബാങ്കുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. വലിയ ഒരു ടേം ലോണും ഒപ്പം തന്നെ വലിയൊരു OD ബേസ്ഡാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതെല്ലാം പറ്റി അതിനുശേഷം OD എന്ന് പറയുന്ന സാധനത്തിൽ ഒന്നുമില്ല. പിന്നീട് പുതിയ ലോണുകളിലേക്ക് കയറിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായെങ്കിലും വളരെ മിതമായ രീതിയിലുള്ള ഒരു പരിഷ്കാരം മാത്രമാണ് നമ്മൾ അന്ന് തീർച്ചയായിട്ടും പേരൻസിൻ്റെ മീറ്റിങ്ങിൽ അവരുടെ എല്ലാവരുടെയും അനുവാദത്തോടും അവരുടെ എല്ലാ അറിവോടും കൂടി നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു വ്യത്യാസപ്പെട്ട ഒരു നിലപാട് നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. മുൻ വർഷങ്ങളിൽ നമ്മളുടെ ആനുവൽ ട്യൂഷൻ ഫീയെ 12 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടായിരുന്നു നമ്മൾ കളക്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ വർഷം അത് 10 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കളക്ട് ചെയ്യും എന്നറിയിച്ചിരുന്നു. അത് 10 എടുക്കുന്നത് മാക്സിമമാണ്. അതല്ല 5 അടയ്ക്കുന്നവർക്ക് അങ്ങനെ അടയ്ക്കുക, അത് അവരുടെ പേരൻസിന് ഇഷ്ടം. 10 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ആനുവൽ ഫീയെ നമ്മൾ ഡിവൈഡ് ചെയ്യുമെന്നുള്ളത് പറഞ്ഞിരുന്നു.
അപ്പോൾ അത് അടയ്ക്കുന്നതിനുള്ള സംവിധാനം എഡ്യൂനെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ സൗകര്യമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അല്ലാത്തവർ സ്കൂൾ കൗണ്ടറിലെത്തിയും അതല്ല ഗൂഗിൾ പേ ചെയ്തിട്ട് അറിയിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ സഹകരണം നിശ്ചയമായും ഉണ്ടാകണം. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നമ്മൾ സെക്കൻഡറിയിൽ തന്നെയാണ് ഇപ്പോൾ +1 +2 എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തീരുമാനത്തിൽ ഗവൺമെൻറ് എത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ 11ഉം 12ഉം വരുമോ എന്ന് സംശയമാണ്. നമ്മുടെ 11ഉം 12ഉം അറിയുന്നത് സെക്കൻഡറിയുടെ ലാസ്റ്റ് ക്ലാസ്സസ് ആയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഇയർ അതിന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്തിരുന്നു. നമുക്കൊരു 10-12 ബാച്ചുകളുടെ കുറവുണ്ടെങ്കിലേ നമുക്കതിനനുസരിച്ച് ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യണം. അതനുസരിച്ച് അതിന് വേണ്ട ഫർണിഷിങ് നടക്കണം. എല്ലാ ലബോറട്ടറീസും അത് തന്നെയല്ല നമ്മളത് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു വളരെ നല്ല ആംബിയൻസ് കിട്ടത്തക്ക രീതിയിൽ ഈവൻ ലാബ് പോലും ഫാൾ സീലിംഗ് ഉൾപ്പെടെ ഇൻട്രാക്റ്റീവ് പാനലുകൾ ഉൾപ്പെടെ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലായിരിക്കും. ആ ക്ലാസ്സിൻ്റെ ലാബിലൊക്കെ സാധാരണ ഒരറ്റത്ത് നിന്ന് ടീച്ചർ പറഞ്ഞാൽ മറ്റേ അറ്റത്ത് കേൾക്കില്ല. ഇത് എല്ലായിടത്തും ഓഡിയോ സിസ്റ്റവും ആ ഇൻട്രാക്റ്റീവ് പാനലിൽ നിന്ന് വരുന്ന ശബ്ദം എല്ലായിടത്തും ഫാൾ സീലിംഗിൽ വെച്ചിരിക്കുന്ന സ്പീക്കർ സെറ്റിലൂടെ കിട്ടാവുന്ന സംവിധാനവും ഒക്കെ ചെയ്യുകയും ഏത് രീതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ലാതെ ഒരു വലിയൊരു വ്യത്യസ്തമായ ഒരു സംവിധാനമായിരിക്കും നമ്മൾ +1ലേക്ക് കയറുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് വെച്ചപ്പോഴാണ് നമ്മൾ അടുത്ത ലോക്ക്ഡൗൺ എത്തിയത്. ഇതിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ ടെക്നിക്കൽ ഹെഡ്സ് എല്ലാം വരേണ്ടത് എറണാകുളം തിരുവനന്തപുരം ബേസാണ്. കൂടുതൽ എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് അതിൻ്റെ സ്കെച്ച് കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ ഈ ലോക്ക്ഡൗൺ പീരീഡ് ഒന്ന് കഴിയണം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം കെട്ടിടം ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ ഈ വരുന്ന 11ലെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ 10 വരെ ഇരിക്കുന്ന കുട്ടികളുടെ പോലുള്ള ഫർണിച്ചർ പോരാ. അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ്, അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ, ഗ്രോണപ്പാണ്. അപ്പോൾ അതിന് ചേർന്ന കുറച്ചുകൂടെ സ്പേഷ്യസ് ആകണം. അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഈ വർഷം തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഓർക്കുക, മുൻ വർഷത്തിൽ ഈ കഴിഞ്ഞ ഒരു കൊറോണ വർഷത്തിൽ നമ്മൾ സ്കൂളിൽ ചെയ്ത ചേഞ്ചസ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ പ്രോഗ്രസ് കണ്ടു കാണും, അതിൻ്റെ നീറ്റ്നെസ് കണ്ടു കാണും. ഇത്രയും പരിമിതമായ കാലയളവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന രീതികൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. നമ്മൾ കൊച്ചുകുട്ടികൾക്കാണ് പ്ലാനറ്റോറിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പല സംവിധാനങ്ങൾ അവരുടെ ഒരു ലാബ് ആക്ടിവിറ്റിക്ക് ചേർന്ന രീതിയിൽ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്ലാനറ്റോറിയത്തിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നു. അതെല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാ തരത്തിലും പേരൻസ് ഈ പരിമിതമായ ഈ സൗകര്യങ്ങൾക്കകത്ത് നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സപ്പോർട്ടും അധ്യാപകരുടെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പോൾ ഓർക്കുക, സ്കൂൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ ആശ്രയിച്ച് കുറച്ച് കുഞ്ഞുങ്ങളിവിടെ സാമ്പത്തിക സഹായത്തോടുകൂടി പഠിക്കുന്നുണ്ട്. അവരുടെ സഹായം ഒരു തടസ്സവും കൂടാതെ സ്കൂൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം സ്കൂളുകൾ സാധാരണ കളക്ട് ചെയ്യുന്ന സേവാഗായത്രി പദ്ധതിയൊക്കെ തന്നെ ഞങ്ങൾ ഇതുവരെ നിർത്തിയിട്ടില്ല. അതെല്ലാം തന്നെ യഥാസമയം ചെയ്യുന്നുണ്ട്. അഭയഗായത്രി നടക്കുന്നു. ഒപ്പം തന്നെ സുഹൃത ഗായത്രി എന്ന് പറഞ്ഞിരിക്കുന്ന സംവിധാനം ഓണത്തിന്, അത് ഈ പറഞ്ഞ എല്ലാ ചാരിറ്റി ബേസ്ഡ് വർക്കുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കത് അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ എല്ലാ പരിമിതികളും അവിടെ നിൽക്കുമ്പോഴും നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ സോഴ്സ് ഉപയോഗിച്ച് ഈ തരത്തിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികളിൽ എത്തിക്കുന്നതിന് തീർച്ചയായിട്ടും തടസ്സം കൂടാതെ പ്രവർത്തനം ഗായത്രി നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാഭാവികമായും ഈ പുതിയ കാലഘട്ടത്തിലോട്ട്, പുതിയ സംവിധാനത്തിലോട്ട് +1 തുടങ്ങാനുള്ള ഘട്ടത്തിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന ഞാൻ കുറച്ച് സ്ട്രെങ്തിൽ വരുത്തണമെന്ന് വിചാരിച്ചിരുന്ന മാറ്റം സ്വാഭാവികമായും അതിൻ്റെ എല്ലാം ഡിഫിക്കൽറ്റി ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് സ്കൂൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അതർ ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാട് സ്കോളാസ്റ്റിക് ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളിലുണ്ട്. എല്ലാ വർഷവും ഓഫ്ലൈനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഇയർ ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് പാൻഡമിക് വി ഹാഡ് ടു കണ്ടക്ട് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഓൺലൈൻ. അപ്പം മെയിനായിട്ട് നമുക്ക് അസംബ്ലി ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എവറി മൺഡേസ് ആൻഡ് ഫ്രൈഡേസ് assembly activities, and many students also used to participate in it.
and then we had all the interactive online yoga classes we had, and music classes, dance classes. All these activities were there every week, and this year also we are planning in the same way, and we have included several other activities also. Like for example, now we are going to observe International Yoga Day on the 21st of June, and we are planning to conduct an online quiz competition. And then we are going to have oratory competition, and actually the topics are given to the parents in the circular provided to them when they were collecting their books from the school. You can just go through the circular and find out the topics. You can choose any one topic for your ward, prepare, ask them to prepare on that topic, and there will be a preliminary selection, and then after the preliminary selection you will have to send the recordings and all, and after the preliminary selection we will have the final competition, and that will be a live competition. And we are planning to have it on 25th of this month. Same way, every month we will be having several other activities, and most of the activities will be based on the important days. ഈ ഒറേറ്ററി കോമ്പറ്റീഷൻ്റെ ഫൈനൽ നടക്കുന്നത് ഓൺലൈനായിട്ടല്ലേ? അതെ അതെ സർ. ഒറേറ്ററി കോമ്പറ്റീഷൻ സാധാരണഗതിയിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നടക്കുന്ന പ്രിലിമിനറി, അത് വാട്സാപ്പിലൂടെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന പേരൻസ് അയച്ചു കൊടുക്കണം. അതിൻ്റെ ഏറ്റവും ഫെയർ ആയിട്ടുള്ളത് അതാത് സെക്ഷൻ ചാർജ് ഉള്ളവർക്ക് അയച്ചു കൊടുക്കുക. അവരത് നോക്കി അതിൽ നിന്ന് ഫൈനലിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നു. ഈ ഫൈനലിസ്റ്റുകൾ അവസാനം ഓൺലൈനായിട്ട് ലൈവായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ജഡ്ജസ് അത് അസസ് ചെയ്യുന്നു. അതിൻ്റെ ബന്ധപ്പെട്ട റിസൾട്ടുകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട റിസൾട്ടിനനുസരിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ എഡി നെസ്റ്റിലൂടെ തരുന്നതായിരിക്കും. ആക്ച്വലി ഇത് നോർമൽ ടൈമിലായിരുന്നെങ്കിൽ ആ സമയം തന്നെ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ട്രോഫി, മെഡൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടിയാണ്. ഇപ്പോൾ ഈ മാറി വന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ തന്നെ നടത്തിയ കോമ്പറ്റീഷൻസ് എല്ലാം തന്നെ ഏറെക്കുറെ റെഗുലർ ടൈമിൽ നടത്തുന്ന എല്ലാ കോമ്പറ്റീഷൻസും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ അത് എണ്ണത്തിൽ പോലും വലിയ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കിയാൽ പങ്കെടുത്ത കുട്ടികൾക്ക് തന്നെ അനേകം പ്രൈസസ് കിട്ടിയ കുട്ടികളുമുണ്ട്. ടോട്ടൽ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതിൽ തന്നെ സമ്മാനാർഹരായിട്ടുള്ള നല്ലൊരു പങ്ക് കുട്ടികളുണ്ട്. പിന്നെ KG പോലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കാറുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് വരുന്നവർക്ക് അനുസരിച്ചൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മറ്റ് ക്ലാസ്സുകളിലേക്കുള്ള പ്രൈസസും അതോടൊപ്പമുള്ള മെഡലുകളും ഒക്കെ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഈ സ്കൂൾ റീഓപ്പണിങ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ഫംഗ്ഷനിൽ വെച്ച് ഒരു VIP ഒക്കെ വരുത്തി കുട്ടികൾക്കൊരു വലിയ ആദരവ് കൊടുക്കത്തക്ക തരത്തിൽ കൊടുക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ സമ്മാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നൊരു പ്രോത്സാഹനമാണ്. ഇത് ഒരു കമ്മോഡിറ്റി ആയിട്ട് അതിനെ കാണാൻ പാടില്ല. ഈ കിട്ടിയ സാധനം അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അത് അവരുടെ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളോടും അധ്യാപകരുടെ ഒത്തുള്ള ഒരു വേദിയിൽ, ഒപ്പം ചിലപ്പോഴൊക്കെ രക്ഷകർത്താക്കളോടും ഒപ്പമുള്ള ഒരു വേദിയിൽ ഇത് കൈമാറുമ്പോൾ അവരുടെ മനസ്സിൽ കിട്ടുന്ന ആ അംഗീകാരം അപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. പിന്നീടിരിക്കുന്ന ആ മെഡൽ അല്ലെങ്കിൽ ആ ട്രോഫി എന്ന് പറയുന്ന സാധനം വെറും ഒരു മെറ്റീരിയലാണ്. അത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പക്ഷേ അത് ഷെൽഫിൽ എവിടെയെങ്കിലും ഇരിക്കും. അല്ലാതെ ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ആദരവും അംഗീകാരവുമാണ് ഈ പ്രൈസ് എന്ന് പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർ ആദ്യകാലം മുതലേ ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ അത്രയേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വില കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കാനാണെങ്കിൽ എല്ലാ സ്റ്റോറിലും ഇരിപ്പുണ്ട്. അത് കുറേ മേടിച്ച് അവിടെ കൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ വെച്ചിരുന്ന ആരും അറിയത്തുപോലുമില്ല. അതല്ല അവിടുത്തെ വിഷയം. ഇതൊക്കെ അതാത് വേദികളിൽ അതാത് കൈകളിൽ നിന്ന് തന്നെ കിട്ടണം. അതാണ് കാര്യം. റൈറ്റ് പ്ലേസിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം നടന്ന ഇത് ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നതും കുഞ്ഞുങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങിൽ തന്നെ നമുക്ക് പരമാവധി എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടാവുന്ന സന്ദർഭത്തിൽ ഒരു നല്ല ഗസ്റ്റിനെയൊക്കെ വരുത്തി കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളതെല്ലാം തന്നെ നിലവിൽ ഗായത്രി സെൻറ്റർ സ്കൂളിലുള്ള കുട്ടികൾക്ക്, അതായത് ഈ അക്കാഡമിക് ഇയറിൽ ഗായത്രി സെൻറ്റർ സ്കൂളിൽ റീറ്റെയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, അല്ലാതെ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചു ഇപ്പോൾ ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന പരിസ്ഥിതിയൊന്നുമില്ല. ഈ പറയുന്ന പോലെ നിലവിൽ നമ്മുടെ കൂടെ ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്കത് സമയത്ത് തന്നെ എത്തിച്ചിരിക്കും. അപ്പോൾ ഈ വർഷം എടുക്കുന്നതിനും അത് ഞാൻ കഴിഞ്ഞ വർഷം പലതവണ എൻ്റെ വെബിനാറിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമ്മാനത്തിന് കിട്ടാവുന്ന ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ സമ്മാനം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ വർഷത്തതിനും തീർച്ചയായിട്ടും
ഈ പറയുന്ന സമ്മാനദാനത്തിന് ശേഷം മറ്റൊരവസരം കണ്ടെത്തും, അതിനുശേഷം അതിനും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇത്തരം ചടങ്ങുകളിലേക്ക് കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഈ സമ്മാനത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷകർത്താക്കൾ മനസ്സിൽ കരുതാതിരിക്കാമെങ്കിൽ ആ കോമ്പറ്റീഷനിൽ അവർക്കൊരു ആർജവത്തോടുകൂടി ഇടപെടാൻ പറ്റും. അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു മെഷർമെൻ്റാണ് അവിടെ നടക്കുന്നത്. ഓപ്പർച്യൂണിറ്റി അത്രയേ ഉള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി അവർ എൻജോയ് ചെയ്യുന്നു. അവരെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് വരുന്നത്. അവർക്കും ഇവർക്കും ഒരു വ്യത്യാസവും ഇല്ല. അതിലേതേലും ഒരു പ്രത്യേക മേഖലയിൽ ഒരു കുട്ടിക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കും, അപ്പോൾ അവർക്ക് മറ്റൊരു മേഖലയിലായിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് പല മേഖലകളിലും കിട്ടിയെന്നിരിക്കും. അവർ ചിലപ്പം പഠനത്തിലും മറ്റ് അതർ ആക്ടിവിറ്റീസിനും ഒരേപോലെ തന്നെ ഉള്ള കുറച്ച് കുഞ്ഞുങ്ങൾ കാണാം. അപ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യരുടെ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തണം. അതല്ലാതെ നമ്മുടെ കുട്ടിക്ക് ഇത് കിട്ടിയില്ല മറ്റേത് അങ്ങനെയുള്ള ചിന്തകളെ പാടില്ല. ആ ചിന്തകൾ കഴിയുന്നതും കുട്ടികളിലേക്ക് കൊടുക്കാനും പാടില്ല. ഇതെല്ലാം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നേരെ വിപരീത ദിശയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, ഇത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, മറ്റുള്ള കുട്ടികളുടെ കഴിവുകളെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതേസമയം തന്നെ നിങ്ങൾ ആ കുട്ടികളെക്കാൾ മികച്ച കുട്ടികളായിട്ട് നിങ്ങൾ വളരണമെന്നുള്ള ആഗ്രഹമൊക്കെ കാണും. പക്ഷെ നമ്മുടെ കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ മറ്റു പാട്ട് പാടുന്നൊരു കുട്ടികളുടെ കൂടെ അത് മത്സരിക്കാനും അതിനേക്കാൾ മികവുണ്ടെങ്കിൽ മാത്രമേ മുന്നിൽ വരാനും പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ചില അവസരങ്ങളിലൊക്കെ പല യൂത്ത് ഫെസ്റ്റിവൽ സന്ദർഭത്തിലൊക്കെ കാണാൻ വലിയ വാശിയും തർക്കമൊക്കെ നടക്കുന്നത്. സമ്മാനത്തിന് വേണ്ടി അമ്മമാരും തമ്മിലുള്ള കൂടുതൽ അമ്മമാരാണ് ഇക്കാര്യത്തിൽ മുമ്പിൽ തർക്കിക്കുന്നതും വഴക്കിടുന്നതും അവരുടെ ആ ഒരു അന്തസ്സ് പോലും മറന്ന് പലപ്പോഴും പല വേദികളുടെ സൈഡിൽ നിന്ന് ബഹളം വെക്കുന്നതൊക്കെ പല കലോത്സവ വേദികളിലും നമ്മൾ നിരന്തരം കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ ഒരു ബാഡ് ലെസൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്തായാലും ഒരു സന്ദർഭത്തിൽ ഒരു ജഡ്ജ് അവിടെ ഉണ്ടാകും, ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ഉണ്ടാകും. അവരതിൻ്റെ അതോറിറ്റിയാണ് അവിടെ. അവർ മാൽ പ്രാക്ടീസ് നടത്തുന്നെങ്കിൽ അവരുടെ പ്രൊഫഷനോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ്. അതിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടിക്കോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ കിട്ടിയത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സും അത്തരത്തിലുള്ള ഒരു പെർസിവറൻസും നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അത് നല്ലതായിരിക്കും. നമ്മുടെ സ്കൂളിൽ ദൈവം അനുഗ്രഹിച്ച് അത്തരത്തിലുള്ള വലിയ മത്സരങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. രക്ഷകർത്താക്കളെല്ലാം തന്നെ എല്ലാ കാര്യങ്ങൾക്കും മാന്യമായി സഹകരണമുണ്ട്. പിന്നെ പലപ്പോഴും ഞങ്ങൾ ജഡ്ജസിനെ വരുത്തുന്നത് പ്രൊഫഷണൽസിനെ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ ഓൺലൈൻ നടത്തിയപ്പോൾ പോലും നമ്മൾ പല കാര്യങ്ങൾക്കും പുറത്തുനിന്ന് ജഡ്ജസിനെ വരുത്തി അത്തരത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇമ്പാർഷ്യലായിട്ടുള്ള അസസ്മെൻറ്റുകളാണ് നടത്തുന്നത്. പലപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, നമ്മളുടെ സ്വന്തം കുഞ്ഞ് എന്ത് ചെയ്താലും നമുക്കത് വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് ചില ക്രൈറ്റീരിയ ഒക്കെ കാണും, അതിന് ചില നോംസ് ഒക്കെ കാണും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരുപക്ഷെ ഈ പ്രൊഫഷണലി ജഡ്ജ് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത്. അതിനെ ആ ഒരു രീതിയിൽ തന്നെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും, അവരുടെ മാനസിക അവസ്ഥകൾക്ക് വരുത്താവുന്ന അപാകതകൾ ഉണ്ടാകാതിരിക്കും. എല്ലാ തരത്തിലും മത്സരത്തോടു കൂടി അല്ലാതെ സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ഉള്ള അവസരങ്ങളായിട്ട് ഇത്തരം കലാവേദികൾ മാറും. ശരിക്കും ഈ കോവിഡ് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് യാതൊരു എക്സ്പോഷറും ഇല്ലാതെ കഴിയുമ്പോൾ എത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതിയാണ് കഴിഞ്ഞ വർഷം വളരെയധികം ടെക്നിക്കലി നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊക്കെ എത്താൻ പറ്റിയത്. ആ ലിമിറ്റേഷൻസിനൊക്കെ അപ്പുറത്ത് പോയി എത്രയോ ഉയർന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കോകരിക്കുലർ ആക്ടിവിറ്റീസും റിലേറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങളും ഒക്കെ നടന്നു. ഈ വർഷം തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായി അല്പം കൂടി ഉയർന്ന നിലയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും പേരൻസിന് വെക്കാം. ഒപ്പം തന്നെ പേരൻസിനോട് എനിക്ക് മറ്റൊരു അഭ്യർത്ഥനയുള്ളത്, നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ മാത്രം ഭാഗമാക്കി മാറ്റാതിരിക്കുക. വിദ്യാർത്ഥികളുടെ പഠനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള എൻവയോൺമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തികമായും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളുടെയും ഭാരം ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വേദികളിലേക്ക് കൊടുത്ത് മറ്റ് സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യാതിരിക്കാനും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന എല്ലാത്തരം പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യും, അതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതാണ് അതിനുള്ള ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, കടലിൽ നിന്ന് വരുന്ന വൻ തിരകൾ കണ്ടുകൊണ്ട് അതിൻ്റെ കരയിൽ നിൽക്കുന്ന മുക്കുവൻ ഒരിക്കലും മീൻ പിടിക്കില്ല. തിര മുറിച്ച് മുന്നിലെത്തുന്നവർ മാത്രമേ മത്സ്യസമ്പത്തുമായി കരയിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ ആ അവസരം ആരാണോ കണ്ട് ഭയന്ന് നിൽക്കുന്നവർ അവരവിടെ നിൽക്കും, അവർക്ക് മീൻ കിട്ടില്ല, അവർ തിരയ്ക്ക് കണ്ടുകൊണ്ട് അവിടെ പേടിച്ച് നിൽക്കത്തേ ഉള്ളൂ. തിര അടങ്ങിയിട്ട് കടലിൽ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ശുദ്ധമായ ഒരു അബദ്ധം തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രതിസന്ധികൾ ഒരു പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും.
ഗായത്രി സ്കൂൾ തുടങ്ങിയ കാലം മുതൽ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ്. ഈ പ്രതിസന്ധിയൊക്കെ അതാത് കാലഘട്ടത്തിൽ അതാത് സന്ദർഭത്തിന് ചേരുന്ന രീതിയിലുള്ള റെമഡി കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമേ ഗായത്രിക്കുള്ളൂ. ഇതിനെല്ലാം അടിസ്ഥാന കാരണം വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഏത് തരത്തിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം, ഏത് തരത്തിൽ അതിൻ്റെ മൂല്യം നിലനിർത്തണം, ഏത് തരത്തിൽ വാല്യൂ ബേസ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടീം ടീച്ചേഴ്സ് സെൽഫ്ലെസ്സായിട്ട് ഒരു തരത്തിലുള്ള പിശുക്കുമില്ലാതെ അവരുടെ എല്ലാ തരം കഴിവുകളും സമയവും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമായ കൈകളിലാണെന്ന് വിശ്വസിക്കുക. എല്ലാത്തരം സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ വരുന്ന അധ്യയന വർഷത്ത് രക്ഷകർത്താക്കൾ എല്ലാവരും കൂട്ടായി സഹകരിച്ച് നമ്മൾക്കുള്ള എല്ലാ പ്രതിസന്ധികളെയും കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പ്രയത്നിക്കാമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം.